Yo, what is up guys? So നിങ്ങളെല്ലാവരും നല്ല അടിച്ച് പൊളിക്കാൻ വിശ്വസിക്കുന്നു ആൻഡ് ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം അറൗണ്ട് 6:28 ഗൈസ്. ഇത്ര നേരത്തെ എങ്ങോട്ട് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഷിബിലിന്റെ, അതായത് ഓണർ ഓഫ് ദി ഇംഗ്ലീഷ് കഫേ കെമ്മി, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ എൻ്റെ പഴയ ഫ്രണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ചാനൽ തുടങ്ങുമ്പം 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ അവൻ്റെ വീട്ടിലൊക്കെ വന്നിരുന്ന് ഞങ്ങൾ ലൈവ് ഒക്കെ ചെയ്ത് തന്നു. അവൻക്ക് യൂട്യൂബ് ചാനൽ ട്യൂബിയോ ടോക്സ് കയറിയിട്ട്. അപ്പൊ അവന്റെ എന്താ പറയാ കല്യാണമാണ്. അപ്പൊ അങ്ങോട്ട് പോകണം. മഞ്ചേരിയാണ്, കോഴിക്കോടല്ല, നമ്മൾ മഞ്ചേരിക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കണം. സോ ഞങ്ങളുടെ നല്ലൊരു നമ്മളുടെ കുട്ടി ബാഗ് എല്ലാ സാധനങ്ങളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഓൾസോ വി ഗോട്ട് സം നാരങ്ങ ഗൈസ്, നല്ല നാരങ്ങ. ഞാനപ്പോഴത്തേക്ക് ഇതാക്കണ ഒരു കട്ടനൊക്കെ കുടിച്ച് സെറ്റ് ആവണത്. ഇവിടെ 165 കിലോമീറ്റർ ഉണ്ട് ഗൈസ് അവരുടെ ഹാളിലേക്ക്. അതിന്റെ തൊട്ടടുത്ത് ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തല്ല, ഒരു 20 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. സോ അവിടേക്കാണ് നമ്മൾ ആദ്യം പോവുക. നമ്മളെ ബേബിക്കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. രായി പറയും, മോർണിംഗ് എല്ലാം സെറ്റ് അല്ലേ? രാവിലെ എണീക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. 5 മണിക്കായിരുന്നു ഞങ്ങൾ എണീക്കാൻ പ്ലാന്. അത് 6 മണിയായി, പിന്നെ അത് 7 മണിയായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ. ഇപ്പൊ 7:30 സാൻഡ്വിച്ച് റിവ്യൂ അടിപൊളിയായിട്ടുണ്ട്. നമ്മ ഏതോ കാട്ടിലൂടെയാണ് ഗൈസ് പോകുന്നത്. വഴി തെറ്റിന്നൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങളങ്ങനെ കൊടും കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഗൈസ്. എന്തൊക്കെയാ അവിടെ നടക്കണത്, ഇതിലെങ്ങനെയാണോ വഴിന്ന് ഇപ്പോഴും ഒരു ഉറപ്പില്ല കേട്ടോ. കുട്ടനാടൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ. അതാണ് ഏറ്റവും കോമഡി. അവിടെ ഇരിക്കുന്നു നോക്കിയാ, അത് ഇരിക്കല്ല കിടക്കാണ് ഗൈസ്. നമ്മളെ ബേബിക്ക് വയ്യാണ്ടായേ. സീരിയസ്ലി എന്താ പറയാ, കാട്ടിലൂടെ ഒക്കെ ഉള്ള വളഞ്ഞു തിരിഞ്ഞുള്ള ഡ്രൈവില് ഛർദിക്കാൻ വന്ന് ഞാൻ എന്താക്കണ, ഇവിടെ ലെമണൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഓറഞ്ച്. ഇനിയിപ്പോ 1 മണിക്കൂറുള്ളൂ. അൽഫി, 1 മണിക്കൂറോട് സർവൈവ് ചെയ്താൽ മതി. 11 മണിക്ക് എത്തും നമ്മ. 11 മണി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. 11 മണിക്ക് നമ്മളെടുത്ത് ആരോടാ കണ്ട, കറക്റ്റ് കണ്ട, 11 മണി കണ്ട, 11:06. ഇപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളവിടെ എത്തി കഴിഞ്ഞാൽ ഗൈസ്. അപ്പൊ നമ്മള് റൂമിലെത്തി. നമ്മളെ വയ്യാതെ ഒരു ചെറിയ റൂമാട്ടോ, മഞ്ചേരിയാണ് ഞങ്ങൾ റൂം എടുത്തത്. സോ ചെറിയ റൂമാണ്, കുഴപ്പമില്ല അല്ലേ. ഒരു 5 മണി വരെ ഇവിടെ വൃത്തിയുള്ളത് വൃത്തിയുണ്ട്. അപ്പം നമ്മളൊരു 5 മണി വരെ ഇവിടെ നിൽക്കണം. ഫ്രഷാണ്, എന്നിട്ട് ഫംഗ്ഷന് പോകണം. ഓ ഗൈസ്, അപ്പം നമ്മൾ ഇതാക്കണ തലയിലുള്ള റൂട്ടീൻ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു, സ്റ്റാർട്ട് ആയിരിക്കുന്നു. ഏയ് ബേബി ഹായ് കൊടുക്ക്. ഫുഡ് കഴിക്കണടാ, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. സ്പെഷ്യൽ സാൻഡ്വിച്ച്. സോ ഞാനിത് റെഡി ഉറങ്ങിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് റെഡി ആയി. അവൾ ആദ്യം റെഡി ആവാൻ നോക്കിയാട്ടോ. അപ്പം പരിപാടി അറൗണ്ട് 5:30 അപ്പം 5 മണിക്കാണോ പറഞ്ഞത്, പക്ഷെ നമ്മൾ ഓൾറെഡി പരിപാടി നടത്തി ഞങ്ങൾക്ക് വരാം. 5 മണി എന്ന് പറഞ്ഞാൽ 6:30 നമ്മളെ ബേബിയോട് റെഡി ആവുന്നുണ്ട്. അൽഫി എനിക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് ഫേസിലൊരു ബ്രൈറ്റ് കൂടെ ആക്കി തന്ന എന്റെ പരിപാടി കഴിഞ്ഞു. പതിയാക്കടി, എന്തോ അത്. ഓ എന്റെ പൊന്നോ, ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ്, ഇത്ര സോഫ്റ്റ് ആണ്. നീ അത്യാവശ്യം ഹാർഡിലാണ് ആക്കണം കേട്ടോ. ഇതിൽ ഞാൻ വെള്ള കളറാണ് കേസ്, പക്ഷെ ഞാൻ ഇത്ര വൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് ഈ ലൈറ്റ് ഓക്കെ. ഇത് ഭയങ്കര ഓവറായി തോന്നുന്നു. ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ റെഡി. അപ്പൊ അവള് റെഡി ആയി കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്പ്രേ കാണിച്ചത് ഇതാണ്. ഇതിന്റെ ലിങ്ക് കഴിഞ്ഞ് കൊടുക്കുക. 5+ ഭയങ്കര ഹാർഡായിരിക്കും. പിന്നെ ആദ്യം ഇതാണ് യൂസ് ചെയ്യേണ്ട ഹെയറിൽ. ഇതൊരു വാക്സ് ആണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് ഇത് സെറ്റിംഗ് കൂടി അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. പിന്നെ യൂസ് ചെയ്യുന്ന ഹെയർ സ്പ്രേ സ്പ്രേ ഇത് വനില വിക്ടോറിയ സീക്രട്ടിന്റെ വനില സാധനം, അടിപൊളിയാണ്. ഇത് പിന്നെ അവളുടെ ലെൻസ് സൊല്യൂഷൻ ആട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം, കാരണം ഇൻ കേസ് കണ്ണ് ഡ്രൈ ആയില്ലേ, അപ്പൊ ഇത് നമുക്ക് കുറച്ച് ഫില്ല് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളെല്ലാം മാറ്റിക്കഴിഞ്ഞു. എന്റെ ബേബിക്കുട്ടി റെഡിയായി. ഇനി താഴത്താണ് കാറ്, അവിടെ പോയി കാർ എടുക്കണം. ഈവനിങ് ഫംഗ്ഷൻ ഞാൻ ഗ്ലാസ് വെക്കുന്നുണ്ട്. ഇത് എനിക്ക് എല്ലാം കാണാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. നമ്മളുടെ കാറ് മാത്രമുള്ള കേസ്, കൂട്ടിന് വേറൊരു കാറും ഇല്ല. പാവം ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും എനിക്കുട്ടി. ഞങ്ങൾ റെഡി ആയിരിക്കുന്നു. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വെഡിങ്ങിന്, അത് നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ്, ഇന്നലത്തെ വീഡിയോയിലായിരുന്നു പറഞ്ഞത്. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടോ. ഇന്നലത്തെ വീഡിയോ നമ്മൾ ഷോപ്പിങ്ങിന് പോയെ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു കല്യാണത്തിന് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി സെറ്റ് ആയിട്ടുണ്ട്. അത് ക്യാമറ വൈഡ് ആംഗിളിന്റെ സ്പെഷ്യൽ തിങ് ആണ്. സോ ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട്, അതാണ് പ്രശ്നം. ഇനിയിപ്പം പോയിക്കാൻ 20 മിനിറ്റ്സ് 35 മിനിറ്റ്സ് ഉണ്ട്. സോ അടുത്തിട്ട് കാണാം. ഓ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നു. വീട് മാറിപ്പോയില്ലല്ലോ, നെയിം ബോർഡ് നോക്കട്ടോ. പരിപാടി കഴിഞ്ഞില്ലല്ലോ. ഇല്ല ഇതന്നല്ലേ
ഞങ്ങളങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഫുഡ് കഴിക്കാനിരുന്നു. കുറച്ച് പൊറോട്ട, അപ്പം എന്നീ സാധനങ്ങളുണ്ട്, അവിടെ കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് ഗസ്റ്റും കൂടി അവിടെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ഒരുപാട് പയ്യന്മാർ വന്നിരുന്നത്. എന്താണ് ഇത് എഴുതിച്ച് അങ്ങനെ നമ്മളുടെ ആദ്യത്തെ കല്യാണം കൂടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. കല്യാണം കഴിച്ചു ഞങ്ങൾ, പക്ഷെ കല്യാണം കൂടൽ ഓക്കെ. നമ്മളിതുവരെ കപ്പിളായിട്ട് കല്യാണം നമ്മള് ഇനിയിപ്പോ നമുക്ക് ബോറടിക്കില്ല. അല്ലെങ്കിൽ ഒരു കല്യാണം വിളിച്ചാല് കുഞ്ഞിനെ വിളിക്കണം, കുഞ്ഞു വരൂല, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാ. ഇതിപ്പം കൂടെ വരാനൊരു ആളുണ്ട്, എപ്പം ചാടി എണീറ്റ് വരും. സോ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം ഷിബില ഓൾ ദി ബെസ്റ്റ്. എന്തൊരു സാധനം പറയില്ല അൽഫി, എന്തായിരുന്നു? ഹാപ്പി മാരീഡ് ലൈഫ് അടിയ അടിച്ചു പൊളിക്ക്. കൊച്ചിയിൽ വരുമ്പോൾ വീട്ടിലേക്ക് കയറേണ്ടി നമുക്ക് ഫുഡ് കഴിച്ചു ഒന്നുകൂടി വൈബാവ. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി, അല്ല ഹോട്ടലിലെത്തി. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി കേട്ടോ. ഖത്തർ പബ്ഗി ഇവളുടെ ഫേവറേറ്റ് ഉള്ള ഐറ്റംസ് ആണ്. സോ ഇവളുടെ ഡ്രസ്സ് കണ്ടില്ലേ, തിളങ്ങാണല്ലോ ബേബി. ബേബി എന്നെ ഇഷ്ടമാണോ? അകപ്പുള്ള സങ്കടം എന്താ വെച്ചാൽ നാളെ രാവിലെ എണീറ്റ് പോകണം. ഇവളെ ബെഡ്റൂമിൽ എണീപ്പിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ടാസ്ക് ഇനി വിനോദില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഒരു കടനതിന് ശേഷം ഞാൻ അവളെ എണീപ്പിച്ചിരിക്കുന്നു. ബേബി ബേബി മിണ്ടുന്നില്ലേ ഗൈസ്? ഞാൻ ടിഷ്യൂ പേപ്പറിൽ വെള്ളമാക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ ആക്കി ഗൈസ്. എന്നിട്ടാണ് നമ്മളുടെ ബേബി എണീറ്റില്ല. പിന്നെ ഒരു ഏകദേശം 45 മിനിറ്റ് എടുത്ത് അവളൊന്ന് എണീപ്പിട്ട് എന്താ പറയുക ഡ്രസ്സൊക്കെ റെഡിയാക്കി ഇപ്പം ഇരുത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫൈനലി ഇറ്റ്സ് ഹാപ്പൻഡ്. ഇനി പോവാം ഗൈസ്, നമ്മളുടെ കൊച്ചിയിലേക്കുള്ള യാത്ര തുടരുന്നു. ഞാൻ ആദ്യം എണീറ്റ് ഫുൾ ഡ്രസ്സൊക്കെ ചെയ്തിരുന്നു, ബാഗൊക്കെ പാക്ക് ചെയ്ത്. ഇത് ഞാൻ ഇന്നലെ നൈറ്റ് ചുമ്മാ എന്തെങ്കിലും കണ്ട് സിനിമ കാണാൻ, എനിക്ക് കഴിച്ചിട്ട് സിനിമ കാണാൻ വേണ്ടി വാങ്ങിട്ടോ. ഇത് അവളുടെ ഫേവറേറ്റ് ആണ്. പേര് ഖത്തർ പഫ്കി എന്ന് പറയും ഗൈസ്. നല്ല ടേസ്റ്റുള്ള സാധനമാണല്ലോ. നമ്മൾ റൂമിലോട്ട് വിട പറയുകയാണ്. യെസ് ബേബി, ഹാപ്പി? രാവിലെ എണീറ്റിട്ട് എന്ത് തോന്നുന്നു? ഞാൻ വെള്ളോട് ഞാൻ മാറിക്കട്ടെ. ഞാൻ വെള്ളോട് 6 മണി എന്നാ പറഞ്ഞത്. ആക്ച്വലി ഇത് 5 മണിയാണ് ഗൈസ്. 5 മണിക്ക് വേഗം എണീറ്റ്. ബേബിക്ക് ട്രാവൽ സിക്നസിന്റെ ഗുളിക വാങ്ങിയിട്ടുണ്ടായിരുന്നു കാറിൽ. ഇതൊക്കെ എടുത്തതാ. യെസ് എടുത്തെടുത്ത. ഈ സാധനം 1/2 മണിക്കൂർ മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ബേബിക്ക് ഛർദി അങ്ങനത്തെ സാധനങ്ങളൊന്നും വരത്തില്ല ഗൈസ്. ബേബി എല്ലാം സ്ട്രോങ് ആയിരിക്കും അല്ലേ ബേബി? ഫൈനലി അങ്ങനെ വീടെത്താനായി. കുഞ്ഞു വീട്ടിലുണ്ട് ഗൈസ്. അവൾക്ക് ഇന്നലെ എന്തോ സർപ്രൈസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് കുട്ടികളെ കയ്യിൽ നിന്ന്, അവളെ കോളേജ് കുട്ടികളുടെ കയ്യിൽ നിന്ന്. എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഇവിടെ ഒരാള് ഉറക്കന്നെ ഗൈസ്, എത്താനായിട്ടും അറിഞ്ഞില്ല, അവിടെ നിന്ന് തുടങ്ങി ഉറക്കാം. വീട്ടിലെത്തി ഗൈസ്. സോ നമ്മളെ കുട്ടി ഇതാക്കണ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി നമുക്ക് നേരെ കാറുകൊണ്ട് കയറ്റുക.
വിശ്രമിക്കാം. അങ്ങനെ ഞങ്ങള് റൂമിലെത്തി. ഇപ്പൊ എത്ര മണി? നമ്മളിവിടെ എത്ര മണിക്ക് എത്തി? 11 മണി ആകുമ്പോ എത്തി. ഇപ്പം 3 മണിയായി സമയം. എന്താ സംഭവം വെച്ചാൽ ഇതുവരെ നമ്മൾ കുഞ്ഞിനെ കണ്ടില്ല. ഞങ്ങള് മെനിഞ്ഞാന്ന് ഇവിടുന്ന് പോകുമ്പോഴും കുഞ്ഞിനെ കണ്ടില്ല. എല്ലാരും കമന്റ് ചെയ്യുന്നു കുഞ്ഞിനെ. അപ്പൊ ഇന്ന് ഞങ്ങൾ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നത്. അവള് റൂമിലുണ്ട്. ഞാൻ പറഞ്ഞു അവള് കോളേജിൽ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. എന്നിട്ട് അവളെ കാണാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല കുറച്ച് ദിവസമായിട്ട്. ഇന്ന് സ്പെഷ്യലി എന്തൊക്കെ ഇതിലുള്ള പുറത്തിറങ്ങില്ല. എന്തോ എനിക്കെന്തോ ഒരു കള്ളത്തന സ്മെല്ലുണ്ട്, എന്തോ ഉള്ളിലുണ്ട്. ഇത്ര ദിവസം ക്ലാസ് ഉണ്ടായിട്ട് അതല്ല, എന്തോ ചാറ്റിങ് ആരോടോ സംസാരിക്കുന്നൊക്കെ ഞാൻ കേൾക്കുന്നില്ല. സംതിങ് ഫിഷി. കേസ് നമുക്ക് പോയി പൊക്കാം, കയ്യോടെ പൊക്കാം. ഓക്കെ, ഇനി പൊക്കലിൽ ഞാനൊരു ഭീകരനാണല്ലോ. ഇവള് ഫസ്റ്റ് ടൈം എന്റെ പേരെ പൊക്കാൻ വരുന്നത്. കുഞ്ഞുമോളെ മോളെ ഞങ്ങള് വന്നു. ഓപ്പൺ. ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്ത? തുറക്കടി, തുറക്ക്. ക്യാമറ ഉള്ളിൽ കേറുന്നില്ല. എന്താണ് എനിക്ക് പരിപാടി ഇവിടെ? എന്തൊരു കള്ളപ്പരിപാടി ഉണ്ടല്ലോ. എന്നെ കാണാൻ കിട്ടുന്നില്ല. ഞങ്ങൾ എന്തോ തിന്നിരുന്നു. നാക്ക് പറഞ്ഞേ, നാക്ക്. റൂം സാധനം കിട്ടി, സെർച്ച് ചെയ്യാന്നില്ല. കേക്കാണ്. കേക്ക് എവിടെ? കേക്ക് ഈ ഒരു കേക്കിന് വേണ്ടി ഞങ്ങൾ അവോയ്ഡ് ആയി കുഞ്ഞുമോളെ. കേക്കിന് വേണ്ടി ഇത് ഒരു കേക്കല്ല സാലി. ഓ മൈ ഗോഡ്. ഓ ഓ എന്തടി എന്റെ മോളെ, ഇത്രയും കേക്ക് ഓർഡർ. എന്താ പറ്റിയോളെ? എവിടെ ഇത്രയും പൈസ? ഇത്രയും പൈസ പറ. ഒരു കേക്ക് തന്നെ ഇവിടുന്ന് ഓർഡർ ചെയ്യണ 300-350 രൂപയോ കഴിഞ്ഞോ? ഞാൻ പറയട്ടെ, നിങ്ങൾ പോയില്ല ഇന്നലെ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഒരു സർപ്രൈസ് കേക്ക് കട്ടിംഗ് പ്ലാൻ ചെയ്തു. വീട്ടിന്നോ? ഞങ്ങളില്ലാണ്ടോ? ഞങ്ങളില്ലാണ്ട് ബർത്ത്ഡേ പാർട്ടിയാ അൽഫി? പിന്നെ എടാ, നിന്റെ ബർത്ത്ഡേക്ക് ഇനിയും 10 days ഉണ്ട്. തെളിവ് വന്ന കേക്ക് നീ ഓർഡർ അവര് കട്ട് ചെയ്ത് തന്നതാണ് നമുക്ക്. ഇങ്ങനെ കട്ട് ചെയ്ത് അല്ല, സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഞങ്ങക്ക് ഫോട്ടോസ് അയക്കണം. ഇന്ന് ഫോട്ടോസ് അയച്ചില്ല. നിങ്ങൾക്കൊരു സർപ്രൈസ് ആണ്. നീ എന്തുകൊണ്ട് ഡോർ തുറന്നില്ല? അതെ, അല്ല ഞാൻ കാര്യം പറയട്ടെ. ഡോർ തുറന്നു. ഡോർ തുറന്നേ. അതായത് നീ കേക്ക് കഴിക്കുന്ന ആൾക്കാര്, അപ്പൊ നിനക്ക് തരാണ്ടിരിക്കാൻ മനഃപൂർവ്വം ഇവള് ഡോർ അടിച്ചിട്ട്. ഷുഗർ അത്ര ഇല്ല. തമാശ കളിക്കല്ലേ? തെളിവുണ്ട കൊണ്ടല്ലേ? മൊത്തം ഞങ്ങൾ കൊണ്ടോ? മൊത്തം എടുത്തോ അൽഫി? ഒക്കെ എടുത്തോ, അമ്മ കഴിക്കാം. എടുത്തോ ഇവിടെ കേക്ക്. ഞങ്ങളില്ലാണ്ട് ഇനി കോഴി പൊരിച്ചത് എന്തൊക്കെയാണ്? വെജ് ബിരിയാണി. ഈ പൊരിച്ചത് എന്താ? ഇതിന്റെ ബോക്സ് ആണ് നിങ്ങളെ. ഒന്നും അറിയില്ല. അയ്യോ, നീ എന്നെ ഒപ്പിച്ചല്ലേ കേക്ക് അവിടെ കള്ളത്തി. എനിവേ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഗൈസ്. അവൾ എന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ട് ഇവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് ഇവളെന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് തിന്നാണ് ഗൈസ്. എല്ലാം പ്ലാൻഡ് ആണ് എനിക്ക് തോന്നുന്നത്. കള്ളത്തി ഞങ്ങളില്ലാത്തപ്പോ തന്നെ ഇത് ചെയ്ത്. ഞങ്ങളില്ലാത്തപ്പോ ചെയ്ത്. പുതിയൊരു വൈഫ് ഉണ്ട് ഇവിടെ, മനസ്സിലായോ? എനിക്ക് അപ്പൊ നാളെ കാണാം. ഇവള് ശരിയല്ല ഗൈസ്, ഇവള് ശരിയല്ല. ഡ്യൂട്ടി ഔട്ട്.